നമ്മൾ അതിഥിയിലേക്ക് പോകുന്നു. ഇന്ന് ന്യൂസ് 3യിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു ഗായികയാണ്. ഗായിക എന്നതിലപ്പുറം ഒരു സംരംഭക കൂടിയാണ്. കൽപ്പാത്തി സ്റ്റോർ എന്ന പേരിലുള്ള സംരംഭം വഴി തനത് കൽപ്പാത്തി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുകയാണ്. നാവിൽ വെള്ളമൂറുന്ന ആ സംരംഭത്തെക്കുറിച്ചും മനസ്സ് നിറയ്ക്കുന്ന സംഗീതത്തെക്കുറിച്ചും സംസാരിക്കാൻ ചിത്ര അരുണാണ് നമുക്കൊപ്പം ചേരുന്നത്. ചിത്ര, വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് 3യിലേക്ക്. താങ്ക് യു. അപ്പോൾ പുതിയ വിശേഷങ്ങൾ എന്ത് എന്ന് ചോദിച്ച് തുടങ്ങാം. അതിലേറ്റവും ചിത്രയും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് നമ്മുടെ കൽപ്പാത്തി സ്റ്റോർ ആയിരിക്കും. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. പറയൂ, എങ്ങനെ പോകുന്നു കച്ചവടം ഒക്കെ? കച്ചവടം നന്നായിട്ട് പോണു. വിശദമായിട്ട് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു കൽപ്പാത്തി സ്റ്റോർ, അത് കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും. എന്തുകൊണ്ട് കൽപ്പാത്തി സ്റ്റോർ? നമ്മൾ ഒരു സംരംഭം തുടങ്ങാൻ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ കൽപ്പാത്തി സ്റ്റോറിന്റെ പിന്നിലെ കഥ എന്താണ് ചിത്ര? കൽപ്പാത്തി സ്റ്റോറിൻ്റെ പിന്നിലെ കഥ എന്ന് പറയാൻ അങ്ങനെ വലിയ കഥയൊന്നുമല്ല. തീർച്ചയായിട്ടും ഈ പറയണ പോലെ കൽപ്പാത്തി എന്ന് പറയുമ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയണ പോലെ നമുക്കൊരു നൊസ്റ്റാൾജിയ, പാലക്കാടുകാർക്ക് നൊസ്റ്റാൾജിയ ഉള്ളൊരു സംഭവമാണ്. അന്ന് ആ സമയത്ത് ഞാനൊരു പാട്ടുകാരിയാണ്. ആ സമയത്ത് ഒരുപാട് കച്ചേരികൾ, അതേപോലെ അവിടുത്തെ തേരോട്ടം, അതായത് രഥോത്സവം, കൽപ്പാത്തി രഥോത്സവം ഭയങ്കര പ്രാധാന്യമുള്ളൊരു നമ്മുടെ നാട്ടിലെ വലിയൊരു ഉത്സവമാണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഈ പറയണ പോലെ പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ, പണ്ടൊക്കെ ഇപ്പം നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാ കാലത്തും നമുക്കത് പോയി വാങ്ങലൊന്നും എളുപ്പമായിരുന്നില്ല. അപ്പോൾ ഈ കാലത്താണ്, തേര് കാലത്താണ് നമ്മളിതെല്ലാം പോയി വാങ്ങിയിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ പ്രോഡക്ട്സ്. നമ്മൾ കല്യാണം കഴിഞ്ഞ് എറണാകുളത്ത് ഞങ്ങൾ സെറ്റിലായതിൻ്റെ ശേഷം ഈ സാധനങ്ങളൊക്കെ കുറേ മിസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ നാട്ടിൽ പോകുമ്പോഴാണ് വാങ്ങി സ്റ്റോക്ക് ചെയ്തിരുന്നത്. അപ്പം ഇങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു, എന്തെങ്കിലും പുതിയൊരു സംരംഭം തുടങ്ങണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് കൽപ്പാത്തി സ്റ്റോർ ഉടലെടുത്തതെന്ന് പറയാം. അങ്ങനെ പറയാം. പക്ഷെ മറ്റൊരു കഥ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ അത് സത്യമാണോ എന്ന് പറയണം. പാലക്കാടുകാരെ ഒരാൾ കൊച്ചിയിലേക്ക് എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പഴയ നൊസ്റ്റാൾജിയ സാധനങ്ങളൊന്നും കിട്ടാനില്ല. അത് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നു. പ്രത്യേകിച്ച് കൽപ്പാത്തിയുടെ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. എന്നാൽ പിന്നെ അതങ്ങ് തുടങ്ങിയാലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കച്ചവടം തുടങ്ങിയാലോ എന്ന് ചിന്തിക്കുന്നു. അത് ശരിയാണോ? അങ്ങനെ ഒരു കഥയുണ്ടല്ലോ. അങ്ങനെയും പറയാം. ഞാൻ സംസാരം കുറവാണോ, ഇങ്ങനെ തന്നെയാണോ സംസാരം എന്നുള്ളത്? കാരണം ചിത്രയുടെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമാ ഗാനങ്ങളായാലും ഒക്കെ ചിത്രയുടെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്രയേ സംസാരിക്കുള്ളൂ എന്നുള്ളതാണ് എനിക്കറിയില്ലാത്തത്, പേഴ്സണലി അറിയാത്തത് കൊണ്ട്. എന്തായാലും നമുക്കൊരു പാട്ട് പാടിയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം, വിശേഷങ്ങളിലേക്ക് വരാം. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. ഞാൻ തന്നെ പാടിയൊരു പാട്ടിൽ തുടങ്ങാമെന്ന് തോന്നുന്നു. ശരി. ഒരു ലളിതഗാനം പാടിയിരുന്നു, ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുള്ളത്. കുറേ കോമ്പറ്റീഷനും ഒക്കെ ഒരുപാട് പേര് പാടുന്നൊരു പാട്ടാണ്. അപ്പോൾ അതിൽ തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. ശരി. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു. ഇരു തിരുവോണ തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. ആഹാ, ചിത്ര പറഞ്ഞതുപോലെ ഒരുപാട് പേര് പാടി കേട്ടിട്ടുള്ളതാണെങ്കിലും ചിത്രയുടെ ശബ്ദത്തിൽ കേട്ടപ്പോൾ വലിയ സന്തോഷം. നമ്മൾ പാട്ട് വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് കൽപ്പാത്തി സ്റ്റോറിൻ്റെ വിശേഷങ്ങളൊന്ന് പൂർത്തീകരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഈ ചക്കപ്പപ്പടം, അതുപോലെ കണ്ണിമാങ്ങ അച്ചാർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതും അതിൻ്റെ കച്ചവട തന്ത്രങ്ങളൊക്കെ ഒന്ന് പറയൂ. എങ്ങനെയാണ് ഇതിൻ്റെ വിൽപ്പനയും, എങ്ങനെയുണ്ട്, ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നു? അയ്യോ, അങ്ങനെ
ഭയങ്കര തന്ത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. വളരെ സാധാരണക്കാരായിട്ടുള്ള അതായത് പാലക്കാട് അഗ്രഹാരങ്ങളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ കുറേ സ്ഥലത്ത് പോയി നമ്മളിങ്ങനെ കഴിച്ചു നോക്കിയിട്ടാണ്. നമ്മൾ കുട്ടിക്കാലത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിമാങ്ങിയും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം, ചക്കപ്പപ്പടം, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും, അരിക്കൊണ്ടാട്ടം, ഞങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയിരുന്നതാണ്. വീടുകളിൽ അന്ന് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, ഉണ്ടാക്കാനും ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് അന്ന് തോന്നിയിരുന്നില്ല. പിന്നെ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലികളായി ചുരുങ്ങിയപ്പോൾ എണ്ണം കുറഞ്ഞു വീടുകളിലെ. ഇതിൻ്റെ അധ്വാനം ബുദ്ധിമുട്ടായി തുടങ്ങി. അങ്ങനെ ഇത് ഉണ്ടാക്കൽ നിർത്തി. പിന്നെ അങ്ങനെ നിർത്തിയതിന് ശേഷം പിന്നെ ഇത് ഇവിടെ നിന്ന് നല്ലത് കിട്ടും എന്നുള്ള അന്വേഷണത്തിൽ നിന്ന് നമ്മൾ ഈ കൽപ്പാത്തി അല്ലെങ്കിൽ അവിടെ പാലക്കാടുള്ള അഗ്രഹാരങ്ങളിൽ നിന്നാണ് നമ്മൾ ഇത് വാങ്ങിക്കൊണ്ട് വരിക ചെയ്തിരുന്നത്. നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടതായിട്ട് കുറച്ചധികം പാക്കറ്റുകൾ കയ്യിൽ വാങ്ങിയിട്ട് വരികയായിരുന്നു. അപ്പോൾ കണ്ണിമാങ്ങയൊക്കെ നമ്മൾ വീട്ടിൽ എല്ലാ വർഷവും ഇട്ടിരുന്നതാണ്. പിന്നെ ഈ പറയണ പോലെ കറക്റ്റ് നമുക്ക് ആ സമയത്ത് മാങ്ങ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ഈ കണ്ണിമാങ്ങയ്ക്ക് ഒരു പ്രായം ഉണ്ടല്ലോ, അത് ആ ഒരു കൃത്യസമയത്തേ നമുക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങ വലുതായാലും നന്നല്ല, തീരെ മൂത്തിട്ടില്ലെങ്കിലും സ്വാദം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പാകത്തിലുള്ളത് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായപ്പോഴാണ് നമ്മളിത് വാങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ വാങ്ങുമ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും നമ്മൾ വീട്ടിലുണ്ടാക്കിയിരുന്ന രുചിയോട് ഇണങ്ങി നിൽക്കുന്നത് എവിടെ കിട്ടും എന്നുള്ള ഒരു അന്വേഷണത്തിൽ നമ്മൾ ഈ അഗ്രഹാരങ്ങളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ, അതെല്ലാം വീടുകളിൽ ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ ഒരു ബൾക്കായിട്ട് ഭയങ്കര വലിയ ഫാക്ടറി ആയിട്ടോ അങ്ങനെയൊന്നുമല്ല, ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് ഈ കൽപ്പാത്തിയിലേക്കുള്ള പ്രൊഡക്ട്സ് എല്ലാം സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്തെടുത്തതെന്ന് പറയാം. ഞാൻ എന്താണ് കൽപ്പാത്തി സ്റ്റോറിന് പിന്നിലെ കഥ എന്ന് ചോദിച്ചപ്പോൾ ആ കഥ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, പാക്ക് ചെയ്ത് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ടി പത്മനാഭൻ്റെ അഡ്രസ്സ് കണ്ട ആ ഒരു സന്തോഷം. അതുകൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? കഥകളുമായി താങ്കൾക്കും ബന്ധമുണ്ടല്ലോ. തീർച്ചയായും. എൻ്റെ വലിയച്ഛൻ, അച്ഛൻ്റെ ചേട്ടൻ മുണ്ടൂർ കൃഷ്ണൻകുട്ടി ചെറുകഥാകൃത്താണ്. അപ്പം അങ്ങനെ ഒരു ബന്ധമാണ് ഉള്ളത്. ഈ പറയണ പോലെ ഞാൻ ഭയങ്കര അതൊരു ടി പത്മനാഭൻ സാറുടെ ഓർഡർ നമ്മൾ ടി പത്മനാഭൻ എന്ന് കാണുമ്പോൾ ഇപ്പോൾ സാറാവുമെന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല. എന്നാലും അഡ്രസ്സ് കണ്ടപ്പോൾ ഇങ്ങനെ ഹസ്ബൻഡിന് ഒരു സംശയം തോന്നി, ഇത് സാറാണോ? ഏകദേശം സാറുടെ സ്ഥലമൊക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച് വലിയ ധാരണയുള്ള ഒരാളല്ല. പക്ഷേ ഹസ്ബൻഡിന് അത് കുറച്ചും കൂടി, അരുണിന് കുറച്ചും കൂടി അതൊക്കെ നല്ല പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ സംശയം പറഞ്ഞു, ഇത് സാറാണോ എന്നൊരു സംശയമുണ്ട്, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, പത്മനാഭൻ സാറിൻ്റെ ആണോ ചോദിച്ചപ്പോൾ അതേന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഈ പറയണ പോലെ തന്നെ ഇപ്പോൾ എൻ്റെ കരിയറിൽ നമ്മളിപ്പോൾ ഞാൻ ദാസാറുടെ ഒപ്പം എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ പോലെ, അല്ലെങ്കിൽ ജയേന്ദ്രൻ സാറിൻ്റെ ഒപ്പം, ജയേന്ദ്രൻ സാർ എനിക്കൊരു പിതൃതുല്യനാണ്. എനിക്ക് അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഓരോ കാര്യങ്ങൾ അത്ഭുതകരമായി സംഭവിക്കണ പോലെ അത് ആ സെയിം ഫീലായിരുന്നു ഈ കാര്യത്തിലും. അതാണ് ചിത്ര. ഒപ്പം ഈ നമുക്ക് എപ്പോഴും നമ്മൾ സാധാരണ കാണാറ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ പറയാറുണ്ട്, കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് പേര് പറയും. പക്ഷേ എനിക്ക് ചിത്രയുടെ പ്രൊഫൈലിൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, അതിന് മുമ്പുണ്ടായിരുന്ന ഒരു പാട്ടുകാരി എന്നതിനപ്പുറത്തേക്ക് ഗാനമേളയ്ക്ക് പോകാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ പാട്ടിൽ വളരെ സജീവമാവാൻ തുടങ്ങിയത് വിവാഹത്തിന് ശേഷമാണ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പിന്തുണയെക്കുറിച്ച് ചോദിക്കേണ്ട, എങ്കിലും അദ്ദേഹത്തിനെ കുറിച്ച് പറയൂ. അതിനുശേഷം നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ടും കൂടി പാടാം. ദൈവം, തീർച്ചയായിട്ടും. ഞാൻ കല്യാണത്തിൻ്റെ മുന്നേ അങ്ങനെ പ്രൊഫഷണൽ പഠിച്ചിരുന്നു, പാട്ട് ഒരു 4 വയസ്സ് തൊട്ട് പഠിച്ചിരുന്നു. പിന്നെ കുറേ നമ്മൾ സ്കൂളുകളിലെ കോമ്പറ്റീഷനും അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു റെക്കോർഡിങ് ഇങ്ങനെയൊന്നും ഗാനമേളയ്ക്ക് അങ്ങനെയൊന്നും ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഈ പറയണ പോലെ പാലക്കാട് ആ നാട്ടുംപുറത്ത് വളർന്നതിൻ്റെയൊക്കെ കുറേ നമ്മൾ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അധികം പുറത്ത് ഇറങ്ങലൊക്കെ കുറവായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. ഞാൻ പിന്നെ വലുതായതിൻ്റെ ശേഷം കോളേജിലൊക്കെ പഠിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം കുറച്ചും കൂടിയൊക്കെ. പക്ഷേ അച്ഛനങ്ങനെ ഭയങ്കര ബോൾഡായിട്ടാണ് നമ്മളെയൊക്കെ വളർത്തിയിരുന്നത്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, എനിക്കൊരു സിസ്റ്റർ. അപ്പം ഞങ്ങളെ ഒരു ആൺകുട്ടികളുടെ പോലെ തന്നെ വളർത്തിയിരുന്നു. പക്ഷെ എന്നാലും ഒരു നാടിൻ്റെ ഒരു
രീതിക്ക് അനുസരിച്ച് നമ്മളങ്ങനെ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പുറത്ത് പോകുന്ന ഒരു സമ്പ്രദായമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് ഇപ്പോൾ ഗാനമേളകൾ കേൾക്കാൻ പോലും വളരെ വിരളമായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ അങ്ങനെ പിന്നെ പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ സെലിബ്രിറ്റീസിനെ കാണാനോ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ലായിരുന്നു. അപൂർവമായിട്ട് അന്ന് പാലക്കാട് ഈ പറഞ്ഞ പോലെ സ്വരലയ ഫെസ്റ്റൊക്കെയാണ് അന്ന് പാലക്കാട് നടന്നിരുന്ന ഏറ്റവും വലിയ പ്രോഗ്രാംസ്. അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റണ ഒരു കാര്യങ്ങളല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നെ എറണാകുളത്തേക്ക് കല്യാണം കഴിഞ്ഞ് അരുണിൻ്റെ കൂടെ ഞങ്ങൾ താമസം എറണാകുളത്തേക്ക് മാറ്റി. അരുൺ ഇവിടെ തന്നെയായിരുന്നു, മൂപ്പരുടെ ജോലി ഇവിടെ തന്നെയായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതിന് ശേഷം PR മുരളി എന്ന് പറയുന്ന മ്യൂസീഷ്യനെ യാദൃശ്ചികമായിട്ട് പരിചയപ്പെടാനും അദ്ദേഹം വഴിയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും അരുണേൻ്റെ സപ്പോർട്ടില്ലാണ്ട് ഒരിക്കലും എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റുകയില്ല. എന്താ പറയുക, എനിക്ക് തോന്നുന്നു എനിക്കൊന്നും പറയണ്ട. അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ എന്നോട് പറഞ്ഞ പോലെ തന്നെയാണ്, അത് സപ്പോർട്ടില്ലാതെ ഒരു കാര്യവും നടക്കില്ല. കാരണം ഈ നമുക്ക് നേരമില്ലാത്ത യാത്രകളും പോക്കും വരവും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ അത് എല്ലാ രീതിയിലും എന്നെ 100% സപ്പോർട്ട് ചെയ്യണ ഒരാളാണ് അരുണേട്ടൻ. അതിന് എന്നും എന്താ പറയുക, അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫോർമലാവും തോന്നുന്നു. അങ്ങനെയൊന്നും പറയാനും തോന്നുന്നില്ല. ശരി, എന്തായാലും നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയുള്ളൊരു പാട്ട് പാടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ പാട്ടൊന്ന് തയ്യാറായിക്കോളൂ. വളരെ വേഗം ഒരു ഇടവേള എടുത്ത ശേഷം താങ്കളിലേക്ക് മടങ്ങിയെത്താം. അപ്പോൾ വീണ്ടും നമ്മൾ ഗായികയും സംരംഭകയുമായ ചിത്ര അരുണിൻ്റെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പാട്ട്, അപ്പോൾ ആ പാട്ട് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. ചിത്ര, അരുണേന് വലിയ ഇഷ്ടമുള്ള പാട്ട് തന്നെ പാടാൻ സമയം കിട്ടിയതുകൊണ്ട് അതിൻ്റെ വരികൾ എടുക്കാനുള്ള സാവകാശം കിട്ടി. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു, അതിഗൂഢ സുസ്മിതമുള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. നിമിഷങ്ങൾ തൻ കൈക്കുടന്നയിൽ നീയൊരു നീലാഞ്ജന തീർത്ഥമായി, പുരുഷാന്തരങ്ങളെ കോൾമയിർ കൊള്ളിക്കും പീയൂഷവാഹിനിയായി, പീയൂഷവാഹിനിയായി. ഗംഭീരം. അപ്പോൾ ആ ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ പാടിക്കൊടുക്കാൻ പറ്റി. ഞാൻ ഇങ്ങനെ പ്രൊഫൈൽ നോക്കുമ്പോൾ 3500ഓളം ഭക്തിഗാനങ്ങൾ എന്നുള്ളത് ഒരു ചെറിയ സംഖ്യയല്ല. അത് ഒരുപാട് പാടി. പിന്നെ കുറേ ഭാഗ്യങ്ങൾ ഇങ്ങനെ ചിത്ര തേടിപ്പോകാതെ തന്നെ ചിത്രയിലേക്ക് വന്നിട്ടുണ്ട്. അതിലൊരു ഭാഗ്യമാണ് P. ജയചന്ദ്രൻ അദ്ദേഹത്തോടൊപ്പം വേദികളിൽ പിന്നീട് പാടാനുണ്ടായ ഒരു ഭാഗ്യം. അതിനെക്കുറിച്ച് പറയും. തീർച്ചയായിട്ടും ജയേന്ദ്രൻ സാറിന് ഈ പറയുന്ന പോലെ യാദൃശ്ചികമായിട്ട് എന്താ പറയുക, ഈശ്വരനിശ്ചയം തന്നെ പറയാനുള്ളൂ. കാരണം സാറിനെ പോലെ ഒരാളെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കാണും, സംസാരിക്കുന്ന പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ എറണാകുളത്തുള്ള ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിൻ്റെ ഓണറായിട്ടുള്ള ഹരിഗോവിന്ദ് ഹരിച്ചേട്ടനാണ് ശരിക്കും സാറിലേക്ക് ഒരു വഴി തുറന്നു തന്നത്. എന്നോടിങ്ങനെ ഒരു ശനിയാഴ്ച വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, ഞായറാഴ്ച നാളെ ഫ്രീ ആണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജയേട്ടനെ കാണാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹരിച്ചേട്ടൻ കളിയാക്കുകയാണോ എന്നെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല കുട്ടി, കാര്യമായിട്ട് പറയുകയാണ്, നമുക്ക് പോയി കാണാം, ജയേട്ടൻ BTHലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനും മരുന്നേണ്ണും മോനും, അന്ന് മോന് 2.5-3 വയസ്സായിട്ടേ ഉള്ളൂ, അങ്ങനെ ഞങ്ങൾ പോയി BTHൽ ഒരു 12 മണിയാവുമ്പോൾ സാറിനെ കാണാൻ ചെന്നു. അന്ന് വൈകുന്നേരം 5 മണി വരെ സാറ് പാട്ടുകളെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ ജയേന്ദ്രൻ സാറ് സുശീലാമ്മയുടെ ഭയങ്കര ഹാർഡ് കോർ ഫാനാണെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പാട്ട് ശ്രാവണചന്ദ്രിക പൂ ചൂടിച്ചു എന്നുള്ള പാട്ട് നന്നായി, എനിക്ക് ലിറിക്സ് കുറച്ച് ഓർമ്മയിൽ നിൽക്കണ പാട്ട്, ഞാൻ എല്ലാ ലിറിക്സ് നോക്കിയ പാടാൻ. അപ്പോൾ എനിക്ക് ഓർമ്മയിൽ ഉണ്ടായിരുന്ന ഒരു പാട്ട് അതായതുകൊണ്ട് ഞാനത് പാടി. അപ്പോൾ അത് സാറിന് വലിയ ഇഷ്ടമായി.
അങ്ങനെ പാട്ടുകളെക്കുറിച്ചുള്ള ചർച്ച അന്ന് 5 മണി വരെ, 12 മണി തൊട്ട് 5 മണി വരെ. അപ്പം നമ്മളിപ്പോൾ സാറിനെ പോലെ ഒരാളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു 10 മിനിറ്റ് മാക്സിമം അരമണിക്കൂർ സാറിനെ കാണാൻ പറ്റുമായിരിക്കും എന്നാ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതെ പോയത്. പക്ഷേ ആ 5 മണി വരെ സമയം പോയതറിഞ്ഞില്ല. അപ്പോൾ ഒക്കെ അരുണേണ്ണി പറയണ പോലെ അവൻ കുട്ടിയായിരുന്നു, അവനപ്പോൾ അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ. അപ്പോൾ അവൻ വാശി പിടിക്കുമ്പോൾ ഒക്കെ ആളാണ് പുറത്ത് കൊണ്ടുപോയി നോക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അത്രയും സമയം സാറിൻ്റെ കൂടെ ഇരിക്കാനും. അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഒരു 8:45 എനിക്കറിയാത്തൊരു നമ്പറിൽ നിന്ന് കോള് വരികയാണ്. ചിത്രയല്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഞാൻ ജയേന്ദ്രനാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല സാറേ പോലെ ഒരാൾ എൻ്റെ ഒരു നമ്പർ എടുത്ത് വിളിക്കും എന്നുള്ളതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ്. ശരിക്കും എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ സാറിനെ കാണുന്നത്. കാരണം ഒരുപാട് സംഗീത വഴിയിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാൾ. ഒരുപാട് പ്രോഗ്രാംസും ഒരുപാട് റെക്കോർഡിങ്സും കുറേ പേരോട് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും ഞാനൊരു പിതൃതുല്യനായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. പിന്നെ മിക്കവാറും എന്ന് പറയണ പോലെ സാറ് ഫോൺ ചെയ്ത് സംസാരിക്കുമായിരുന്നു. പാട്ടുകളെക്കുറിച്ച് ഒരുപാട് പഴയ ഹിന്ദി പാട്ടുകൾ, അതേപോലെ പഴയ തമിഴ് പാട്ടുകൾ ഞാൻ കേൾക്കാത്ത ഒരുപാട്. സാറ് ഭയങ്കര ഒരു നല്ല ലിസണറാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും മറ്റ് ഗായകരുടെ പാട്ടുകൾ കേൾക്കണ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു മ്യൂസീഷ്യനാണ് ജയേന്ദ്രൻ സാറ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് റെയറായിട്ടുള്ള കോമ്പോസിഷൻസ് കേൾക്കാനും അതിൻ്റെ കുറേ കാര്യങ്ങൾ സാറ് പാടി കേൾപ്പിച്ചു തരും. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് സാറിൻ്റെ കൂടെ. സാറും ഈ പറയണ പോലെ വീട്ടിൽ വരലും, ഈ പറയണ പോലെ ഞങ്ങൾ ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കൽപ്പാത്തി പ്രൊഡക്ട്സ് അരിക്കൊണ്ടാട്ടം സാർ ഒരിക്കൽ ഇതുപോലെ യാദൃശ്ചികമായിട്ട് വീട്ടിൽ വന്ന് ഊണൊക്കെ കഴിച്ചപ്പോൾ ഒക്കെ ഈ അരിക്കൊണ്ടാട്ടമൊക്കെ, അപ്പോൾ അതൊക്കെ സാറിനും വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഇതുപോലെ ഒരിക്കൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടേ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുമായി ഞാനിത് പറഞ്ഞു വന്നപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അപ്പോൾ അത്രയും ഒരു ഫാമിലി പോലെയായിരുന്നു ഭയങ്കര സാറിനോട്. അതൊക്കെ എൻ്റെ ഒരു സുഹൃതമായിട്ട് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തെ പിതൃതുല്യനായിട്ട് കാണുന്ന, ഗുരുവായിട്ട് കാണുന്ന ചിത്രയ്ക്ക് ഒരു പാട്ട് അദ്ദേഹത്തിന് വേണ്ടി പാടണം. പ്രത്യേകിച്ച് ചിത്രയോട് അദ്ദേഹത്തിനുണ്ടായ ഒരു വാത്സല്യം എന്നുള്ളത് സുശീലാമ്മയുടെ പാട്ടുകൾ പാടുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്തായാലും സുശീലാമ്മയുടെ ഒരു പാട്ട് തന്നെ നമുക്ക് ആവാം. ആയിക്കോട്ടെ, ഞാൻ ആ പാട്ട് തന്നെ പാടാം. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ആഹാ. അപ്പോൾ നമുക്കിനി സിനിമ രംഗത്തേക്ക് എത്തിയാൽ അവിടെയും ഭാഗ്യം തുണച്ചു. ട്രാക്ക് പാടി ആ പാട്ട് ശരിക്ക് പാടാനുള്ള ഒരു അവസരത്തിലേക്ക് അത് എത്തി. അതിനെക്കുറിച്ച് പറയൂ. ആദ്യ സിനിമ, ആദ്യ റെക്കോർഡിങ്, അതിനെക്കുറിച്ചൊക്കെ പറയൂ. തീർച്ചയായിട്ടും. ആദ്യ റെക്കോർഡിങ് ഈ പറയണ പോലെ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്നത് PR മുരളി എന്ന് പറയുന്ന മാഷയുടെ ഒരു ഇത് കൊണ്ടാണ് തീർച്ചയായിട്ടും. പിന്നെ റിയാൻ സ്റ്റുഡിയോയിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് പാടിയത്. അപ്പോൾ അവിടുത്തെ സൗണ്ട് എഞ്ചിനീയേഴ്സ് സുന്ദരേട്ടൻ, ലാലേട്ടൻ, സുന്ദരേട്ടൻ, അങ്ങനെ കുറേ പേര് എന്നെ ഒരുപാട് പേര് ഈ പറയണ പോലെ ഞാൻ പ്രതീക്ഷിക്കാതെ, എന്നെ വലിയ പരിചയമൊന്നുമില്ലാതെ വെറുതെ പാട്ട് കേട്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടനാണ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, അപ്പോൾ ട്രാക്ക് പാടിപ്പിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ മുന്നേ കുറച്ച് ആൽബംസൊക്കെ പാടിയിരുന്നു. അതിലൊന്നാണ് ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഡിവോഷനിൽ. അത് നല്ല രീതിയിൽ ഹിറ്റാണ്. രാജേഷ് അത്തിക്കയം ഈ നേരത്തെ പാടിയ ഓണപ്പാട്ടിൻ്റെ ക്രിയേറ്റേഴ്സ് തന്നെയാണ് ഈ പാട്ടും ചെയ്തിരിക്കുന്നത്. രാജേഷ് അത്തിക്കയത്തിൻ്റെ വരികളും ജോജി ജോൺസിൻ്റെ സംഗീതവും. അപ്പോൾ അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ ഇൻഡിപെൻഡൻ്റായി പാടി തുടങ്ങിയപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വന്നിട്ട് അതിനും ഇങ്ങനെ ഒരു പാട്ട് വന്നപ്പോൾ പറഞ്ഞു ഒരാളുണ്ട് ട്രാക്ക് പാടാൻ. അപ്പോൾ ചിത്ര ചേച്ചിയായിരുന്നു പാടാനിരുന്നത് ശരിക്കും. പക്ഷേ
ചേച്ചി അപ്പം എന്നോട് ട്രാക്ക് പാടാൻ ആദ്യം വിളിക്കണേ. അപ്പം ഞാൻ പോയി ട്രാക്ക് പാടി, പൈസയും കിട്ടി. അപ്പോൾ നമ്മളൊരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല തിരിച്ച്. കാരണം ചിത്രേച്ചി പാടാനിരിക്കുന്ന പാട്ടാണല്ലോ. അപ്പോൾ ഒരിക്കലും എന്നെ പോലെ ഒരു തുടക്കക്കാരി കൊണ്ട് പാടിപ്പിക്കാൻ സാധ്യതയില്ല എന്നുള്ള ബോധത്തോടു കൂടിയാണ് നമ്മളത് പാടണത്. പക്ഷേ പാടിയപ്പോൾ അവർക്കൊക്കെ വലിയ ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു, പക്ഷെ നമുക്ക് ഇനി അടുത്ത ചാൻസ് എന്തെങ്കിലും വരുമ്പോൾ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കും പിന്നെ അതിലൊന്നും പരാതിയൊന്നും അല്ലെങ്കിൽ സങ്കടം അങ്ങനെയൊന്നുമില്ല. കാരണം ഇതൊന്നും ഞാൻ ഒരിക്കലും ഒരു സ്റ്റുഡിയോയിലേ ഞാൻ കയറുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് കിട്ടിയതെല്ലാം ബോണസായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. അപ്പം സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ അവിടുന്ന് പോയി. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ചിത്രേച്ചിക്ക് ഇത് പാടാൻ പറ്റാതെ വരികയാണ്. ചേച്ചി എന്തോ പുറത്ത് കുറേ പ്രോഗ്രാംസും ഇതൊക്കെ ആയിട്ട് തിരക്കായിട്ട് ചേച്ചിക്ക് പാടാൻ പറ്റാതെ വന്നിട്ടൊക്കെയാണ് അവരെന്നെ വീണ്ടും വിളിക്കണേ. അങ്ങനെയാണ് ആ പാട്ടിലേക്ക് എത്തുന്നത്. അത് രാം സുരേന്ദ്രനാണ് അതിൻ്റെ സംഗീതം, വയലാർ ശരത്ചന്ദ്രവർമ്മ സാറുടെ ലിറിക്സ് ആയിരുന്നു. അപ്പോൾ അതും ഈ പറയണ പോലെ ഞാൻ ആദ്യമായിട്ടൊരു തിയേറ്ററിൽ എന്താ പറയുക, പേരുകളുടെ കൂട്ടത്തിൽ എൻ്റെ പേരും കണ്ടത് ഞാൻ ഇന്നും മറക്കില്ല. അത് ഭയങ്കര ഒരിക്കലും എല്ലാം ജീവിതത്തിലെല്ലാം ഈ ഞാൻ പാടിയ പാട്ടിൻ്റെ വരികൾ വളരെ അർത്ഥവത്താണ് തോന്നുന്നത്. കുറച്ച് ദൈവവിശ്വാസിയായിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഭയങ്കര ഇതായിരിക്കും. അതായത് ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, അങ്ങനെയാണത്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലും വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ചിത്ര അത് പറയണ്ട, അത് പാടിക്കോളൂ. അത്രയും ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. പലർക്കും ചിത്രയാണ് അത് പാടിയതെന്ന് അറിയാത്തവർ ഇപ്പോഴും ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ചിത്ര എന്ന പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ എന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ചിത്ര, റാണി പത്മിനിയിലേക്ക് എത്തുമ്പോൾ മകരനിലാകായി എന്നുള്ള ആ ഗാനം അതിലേക്ക് വന്നപ്പോൾ അത് ശബ്ദം അവർക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അത് മഞ്ജുവിനും മഞ്ജു വാര്യർക്കും റിമ കല്ലിങ്കലിനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വായിച്ചു. അതിനെക്കുറിച്ച് പറയാമോ? അതും ഈ പറയണ പോലെയാണ്. ഇങ്ങനെയൊക്കെയോ ഭാഗ്യം. ബിജിപാൽ, ഞാൻ ഏറ്റവും കൂടുതൽ ഫിലിം സോങ്സ് എണ്ണത്തിൽ കൂടുതൽ പാടിയിരിക്കുന്നത് ബിജിപാലിൻ്റെയാണ്, ബിജു ചേട്ടൻ്റെയാണ്. അപ്പോൾ ഈ പറയണ പോലെ വേറൊരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ബിജു ചേട്ടൻ പറഞ്ഞു, ഒരു പാട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പാടി വയ്ക്കാം, അവർ ഓക്കെ ആവുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എന്തായാലും ഒന്ന് പാടിയിടാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പാട്ടായിരുന്നു. പക്ഷേ ബിജു ചേട്ടൻ ഭയങ്കര ഈസി ആയിട്ടാണ് പാട്ടുകൾ റെക്കോർഡ് ചെയ്യുക. ബിജു ചേട്ടൻ നല്ലൊരു സൗണ്ട് എഞ്ചിനീയറും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എളുപ്പപ്പണി അല്ലെങ്കിൽ സുഖം എന്ന് പറയാം. നമുക്ക് പണി അധികം എടുക്കണ്ട, ശരിക്കും ആളത് എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഒന്നും ഇങ്ങനെ പാടിയിട്ടു. അപ്പോൾ പറഞ്ഞു, അത് ഓക്കെ ആവുമെന്നൊന്നും പ്രതീക്ഷയില്ല, എന്തായാലും അവരെന്ന് കേൾപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പിന്നെ ബിജു ചേട്ടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ അതങ്ങനെ ഒരു നമുക്കൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഡീറ്റെയിൽസൊന്നും അങ്ങനെ ഭയങ്കര ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണ ഒരാളൊന്നുമല്ല, ആ കാര്യത്തിലൊക്കെ തിരി പിന്നാക്കാം. അപ്പോൾ ഇതിങ്ങനെ പാടി അത് കഴിഞ്ഞ് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ബിജു ചേട്ടൻ വീണ്ടും വിളിച്ചു. ഇങ്ങനെ അവർ കേട്ടു, അവർക്ക് ഓക്കെയാണ്, അപ്പോൾ നമുക്കത് ഒന്നും കൂടി മര്യാദയ്ക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാമത് വീണ്ടും വിളിച്ച് ആ പാട്ട് പാടി. അപ്പോൾ ഈ പറയണ പോലെ ഒരു 10-20 മിനിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ അത് ആകെ റെക്കോർഡ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു, ഇത് പാടി മതിയോ, എങ്ങനെ മതിയോ. അപ്പോൾ ബിജു ചേട്ടന് പക്ഷേ എന്താ വേണ്ടതെന്നുള്ളത് കൃത്യമായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് വീണ്ടും വീണ്ടും പാടാനൊന്നും അങ്ങനെ പറയില്ല ബിജു ചേട്ടൻ. അപ്പോൾ നമുക്കൊരു സംശയം, അത് മതി, ഓക്കെ ആയി ഉണ്ടാവുമോ എന്നൊരു സംശയമാണ്. പക്ഷെ കഴിഞ്ഞ് മിക്സെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടു ശരിക്കും. ഇത് ഭയങ്കര ഞാൻ പാടുമ്പോൾ കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു.
നല്ല റേഞ്ചുള്ള പാട്ടായിരുന്നു. അപ്പോൾ പക്ഷേ അത് വിജയൻ ഇതെല്ലാം ഇതിൻ്റെ ഫൈനൽ വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ അത് നന്ദു ചേട്ടനാണത് മിക്സ് ചെയ്തിരിക്കണേ. അപ്പോൾ നന്ദു ചേട്ടനും ഇങ്ങനെ ഈ പറയണ പോലെ ബിജു ചേട്ടനോട് ചോദിച്ചു ഇത് വേണോ, നല്ല സ്ട്രെയിൻ ഉണ്ടോ ചോദിച്ചു എന്നൊക്കെ പിന്നീട് എന്നോട് പറയേണ്ടായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു നന്ദു ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാന്നൊക്കെ ഞാൻ പിന്നീട് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ അതൊരു പക്ക മെലഡി ഒരു പാട്ടാണ്. അപ്പം ഒരു എന്താ പറയുക, എല്ലാ ജനങ്ങളിലേക്കും എത്തുന്ന അങ്ങനെ ഒരു ഭയങ്കര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ കരിയറിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു പാട്ടാണ്. ചിത്ര, നമുക്ക് അത് രണ്ടുപേരും കൂടെ പാടി അവസാനിപ്പിക്കാം. ഇപ്പോഴും സംഗീതം ഇഷ്ടപ്പെടുന്ന ആയിക്കോട്ടെ തീർച്ചയായിട്ടും. ഒരു മകര നിലാവായി തളിരില തഴുകൂ, പെരുമഴ ചെവിയോർക്കും ഇളനിലമായി നിൽപ്പൂ ഞാൻ, ഒരു മകര നിലാവായി തളിരില തഴുകൂ. താങ്ക് യു ചിത്ര. അപ്പോൾ എന്തായാലും ചിത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പാട്ടും പാടി നല്ല ഗംഭീരമായിട്ട് കൽപ്പാത്തി സ്റ്റോറിൽ കച്ചവടം പൊടിപൊടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായെത്തിയതിന്. സന്തോഷം. താങ്ക് യു. ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.